കേരള ചരിത്രത്തിൽ സ്ത്രീപക്ഷ സമരങ്ങൾ നിരവധിയാണ്. അടിച്ചമർത്തപ്പെട്ട ശബ്ദം ഭരണകൂടത്തിന്റെ അടിത്തട്ടിൽ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് കാലം തെളിയിച്ചതാണ്. കൊടിയടയാളങ്ങൾ ഇല്ലാതെ വളർന്നു വന്ന ജനകീയ സമരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ഭരണാധികാരിക്കും അധികം നാൾ കഴിയില്ല. അടിസ്ഥാന വേതനവും ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ ഒരു മാസക്കാലമായി സമരം ചെയ്യുകയാണ് കേരളത്തിലെ ആശാപ്രവർത്തകർ. പ്രിയമുള്ള ആശാ സഹോദരിമാരെ, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള രാപ്പകൽ സമരം ശക്തമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുകയാണ്. നമ്മൾ 17-ാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മളുമായി ഇതുവരെ സർക്കാർ തലത്തിൽ യാതൊരു ചർച്ചയ്ക്കും അറിയിപ്പ് കിട്ടിയിട്ടില്ല. എന്നാൽ ന്യൂസ് 18 ചാനലിൽ കുറച്ചു നേരമായി സമരക്കാരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു, സമരം ഒത്തുതീർപ്പാകുന്നു എന്നുള്ള തരത്തിലൊരു തെറ്റായ വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തെറ്റായ വാർത്തയാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മളുമായി ചർച്ചയ്ക്കുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ സമരസമിതി നേരിട്ട് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതാണ്. അത്തരത്തിലുള്ളൊരു തെറ്റായ വാർത്ത പിൻവലിക്കണമെന്ന് ന്യൂസ് 18 ചാനലിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 17-ാം തീയതി നമ്മുടെ സമരത്തെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു വാർത്തയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. എന്തായാലും 17-ാം തീയതി നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം വൻ വിജയമാക്കി തീർക്കുവാൻ എല്ലാ ആശാ സഹോദരിമാരും സെക്രട്ടേറിയറ്റ് മുന്നിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാർച്ച് 17 സ്ത്രീ തൊഴിലാളികളുടെ സമരത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ചെടുക്കുമ്പോൾ പൊതുസമൂഹത്തിന്റെ പിന്തുണ തേടുകയാണ് സമരസമിതി നേതാവ്.